മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ പ്രധാനമന്ത്രി 5 രാഷ്ട്രങ്ങളിലൂടെ കടന്നുപോയ ഒരു ചരിത്രം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മൾ TV മാധ്യമങ്ങളിൽ ചിലതിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കാണാറുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് അഫ്ഗാനുമായിട്ട് ഒരു സഹോദര ബന്ധം സ്ഥാപിച്ച് അവിടെ നിന്ന് നേരെ ഖത്തറിൽ ചെന്ന് ഖത്തറിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് അസാധാരണമാം വിധത്തിൽ അവിടെ ബന്ധം സ്ഥാപിച്ച് സ്വിറ്റ്സർലൻഡിൽ ചെന്ന് സ്വിറ്റ്സർലൻഡിലെ ഭാരതീയ സമൂഹത്തോടും സ്വിറ്റ്സർലൻഡിലെ സമൂഹത്തിനോടും ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് 2-3 ദിവസം അമേരിക്കയിൽ ചെന്ന് അമേരിക്കൻ പാർലമെന്റിൽ സംസാരിച്ച് അമേരിക്കയിലെ വീരസേനാനികൾക്ക് പുഷ്പചക്രം അർപ്പിച്ച് അമേരിക്കയിലെ കണ്ടിന്യൂസ് ആയിട്ട് വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഭാരതത്തെ അവരുടെ ഡിഫൻസിന്റെ പാർട്ട്ണറാക്കണമെന്നും ഒരു അസാധാരണ ബന്ധം ലോക നന്മയ്ക്കായിട്ട് 2 ഡെമോക്രസികളും തമ്മിൽ ചേർക്കണമെന്നും അതിഗംഭീരമായിട്ട് പാർലമെന്റിൽ 61 പ്രാവശ്യം കയ്യടിയും 11 പ്രാവശ്യം സ്റ്റാൻഡിംഗ് ഒവേഷൻ ലഭിച്ച് അത്രയും ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രഭാഷണം കയ്യിൽ ഒരു പേപ്പറും ഒന്നുമില്ലാതെ നടത്തുകയും ഒരുപക്ഷെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഭാരതത്തെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രി വന്ന് ആ പ്രധാനമന്ത്രിക്ക് ചുറ്റും അമേരിക്കയിലെ പാർലമെന്റ് അംഗങ്ങൾ ഓട്ടോഗ്രാഫ് മേടിക്കാനും സിഗ്നേച്ചർ മേടിക്കാനും കൂടുകയും അതൊരു ഉത്സവം പോലെ പാർലമെന്റിനകത്ത് ആഘോഷിക്കുകയും സ്വാമി വിവേകാനന്ദൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞതുപോലെ പറയാതെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ തന്നെ തൻ്റെ സ്വതസിദ്ധമായ ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് പറയുകയും ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് ചേരണമെന്നും വളരെ വ്യക്തമായിട്ട് പറയുകയും UNOക്ക് അതിൻ്റെതായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു റോളുണ്ട് എന്ന് വിമർശന ബുദ്ധിയാ വിവരിക്കുകയും ഭാരതത്തിന് അർഹതപ്പെട്ട രീതിയിൽ പല സംഘടനകളിലും അംഗത്വം ആവശ്യമാണെന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തീവ്രവാദ രാഷ്ട്രങ്ങളും അതിനെതിർക്കുകയാണെങ്കിലും അത് ലഭിച്ചേ തീരൂ എന്നും വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് അതിനുശേഷം മെക്സിക്കോയിൽ ചെന്ന് മെക്സിക്കോ രാജ്യത്തിലെ ഭരണാധികാരി ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുകയും അതുപോലെ ഇദ്ദേഹം ആ വണ്ടിയിൽ ഇരിക്കുകയും ചെയ്തു. ഇത് ഞാൻ നേരിട്ട് കണ്ടില്ല, എന്നെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് വരി പറഞ്ഞത്. ഒരു രാജ്യത്തിലെ ഭരണാധികാരി വാഹനം ഓടിക്കുകയും കൂട്ടത്തില് ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ കൂട്ടത്തിൽ ഇരുത്തുകയും ചെയ്ത് അസാധാരണമായ സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തപ്പോ ഞാൻ അറിയാതെ ഓർത്തുപോയി. 5-6 കാര്യങ്ങൾ ഓർത്തുപോയി. അതിലെ ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം സിലിക്കൺ വാലിയിലും അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലുമെല്ലാം പോയപ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിനിധികളായിട്ട് അവിടെയുള്ള ഇന്ത്യക്കാരായ ബുദ്ധിജീവികള് പിന്നെ കുറച്ച് സിഖുകാരായ ഖാലിസ്ഥാൻകാര് പിന്നെ കുറച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും നേതൃത്വത്തിലുള്ളവര് പല പേരിലും അദ്ദേഹം അമേരിക്കയിലേക്ക് വരുന്നതിനെ എതിർക്കുകയും 64 കോൺഗ്രസ്സുകാര് ഒപ്പിട്ട പണ്ട് കൊടുത്ത ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ഒപ്പിട്ട് പണ്ട് കൊടുത്ത വിസ നിഷേധിക്കുന്നതിന്റെ ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിസ ലഭിക്കാതെ പോയ മോഡിക്ക് എതിരെ കഴിഞ്ഞ വർഷമുണ്ടായ ആ പ്രതിഷേധങ്ങളിൽ അതുപോലെയുള്ള യാതൊന്നും സംഭവിക്കാതെ ഹർദേശായിയെ പോലെയുള്ളവരെ അവഹേളിക്കുന്ന വിധത്തിൽ ന്യൂസ് റിപ്പോർട്ട് കൊടുത്ത് സ്വയം തല്ലുകൊണ്ടതിനെക്കുറിച്ചും അതെല്ലാം ഇപ്രാവശ്യം ഇല്ലാതെ അസാധാരണമാം വിധത്തിൽ അർണബ് ഗോസ്വാമിയെ പോലെയുള്ളവർ പോസിറ്റീവായിട്ട് പറയുകയും
നെഗറ്റീവായിട്ട് നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്നവരെ അത്രയൊന്നും പുലമ്പാതിരിക്കുകയും ഒരു മൂലയ്ക്ക് മാത്രം വാർത്ത കൊടുത്തിരുന്ന മാതൃഭൂമിയെ പോലെയുള്ളവർ ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും എല്ലാം ചെയ്ത് ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യവും കൂടി നടന്നു. അമേരിക്കയിലെ പാർലമെന്റിലെ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് പൂനെയിൽ നിന്ന് 7 വയസ്സായിട്ടുള്ള ഒരു കുട്ടി തൻ്റെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പൈസയില്ല, സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് എഴുതിയപ്പോൾ ആ എഴുത്ത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് സാങ്ഷൻ ചെയ്ത ആ കുട്ടിയുടെ ഹാർട്ട് സർജറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണമെന്ന് PMO ഓഫീസിലേക്ക് അറിയിക്കുകയും ചെയ്തു. അപ്പൊ ശരിക്ക് പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ ഈ വർഷത്തെ അത്യുജ്വലമായ യാത്രയിൽ ഭാരതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ രണ്ടാമത് തോന്നിയത് വിസ കൊടുക്കാത്തൊരു രാഷ്ട്രത്തില് വിസ കൊടുത്തതിന് ശേഷം ഉണ്ടായ ആകർഷകമായിട്ടുള്ള സ്വീകരണ ചടങ്ങ് എൻ്റെ മനസ്സിൽ രണ്ടാമതായിട്ട് പോയി. മൂന്നാമതായിട്ട് പോയത് സാധാരണ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ത് ചെയ്താലും എതിർക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്രാവശ്യം പത്രമാധ്യമങ്ങളിൽ അവരൊന്നും എതിർത്തതായിട്ട് കണ്ടില്ല. നാലാമതായിട്ട് തോന്നിയത് നമ്മളുടെ പ്രധാനമന്ത്രി ഈ ലോകം മുഴുവനും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചൈനയിലെ മീഡിയകൾ, ചൈന മീഡിയ, TV, ഗവൺമെന്റിന്റെ കീഴിലുള്ള മീഡിയ തുറന്ന മനസ്സോടുകൂടി അമേരിക്കൻ പാർലമെന്റിൽ ശ്രീ മോഡി നടത്തിയ പ്രഭാഷണം മുഴുവനും കൊടുക്കേണ്ടായി. ചൈനയിലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള മീഡിയ. അതേസമയത്ത് കേരളത്തിലെ ഭാരതത്തിലെ മീഡിയ ഒന്നോ രണ്ടോ ജനം TV പോലെയുള്ളത് ഒഴികെ ബാക്കി ഒന്നും തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ പാർലമെന്റിലെ 45 മിനിറ്റ് അത്യുജ്വലമായ പ്രഭാഷണത്തിൽ ഒന്നും തന്നെ കൊടുത്തില്ല. ഇതെന്റെ മനസ്സിലൂടെ കടന്നുപോയത്. അവസാനമായിട്ട് കടന്നുപോയത് ഈ മോഡിയുടെ സ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് നിന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ കോൺഗ്രസിന്റെ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ വ്യക്തിയാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി ആവുന്നതെങ്കിൽ അങ്ങേരാണ് ഈ അമേരിക്കൻ പാർലമെന്റിൽ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കൈ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഖത്തറിൽ പോയിട്ട് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മെക്സിക്കോയിലെ പ്രധാനമന്ത്രി ഡ്രൈവ് ചെയ്യുന്ന കാറിന്റെ സൈഡിൽ ഇദ്ദേഹം ഇരിക്കുന്നതായിട്ട് ഒന്ന് ഓർക്കാം. രാഹുൽ ഗാന്ധിയാണ് ഇരിക്കുന്നതെന്ന് ഓർക്കാം. അതല്ല മറ്റാരെങ്കിലുമാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിക്കാം, ചിന്തിക്കാം. ഓർമ്മിക്കാതെ ചിന്തിക്കാം. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടും റിവാർഡും? അത് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടിട്ട് പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.